ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനീ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ആയുരാരോഗ്യവും ഈശ്വരകൃപയും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, നമുക്ക് നാരായണീയം വായിക്കാം. ദശകം 72 അക്രൂര ആഗമനമാണ്. കാരണം ആഗമനം എന്ന് പറഞ്ഞാൽ അതായത് ഭഗവാൻ കൃഷ്ണൻ്റെ വ്രജത്തിലേക്ക് പോവുക, അവിടേക്ക് ചെല്ലുക. ആര് പറഞ്ഞു വിടുന്നു? കംസൻ അവിടേക്ക് വിടുന്നത് വ്യാജേനയാണ്. ധനുർയാഗം നടത്തുന്നത് കാണുവാൻ ഇവരെയൊക്കെ ക്ഷണിക്കാൻ പറഞ്ഞു വിടുക. കാരണം ഒരുപാട് അസുരന്മാരെയൊക്കെ വിട്ടിട്ടൊന്നും കൃഷ്ണനെ വധിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനി കള്ളം പറഞ്ഞ് കൃഷ്ണനെ ആ കംസനിലെ അടുക്കയിലേക്ക് ചെല്ലാൻ വേണ്ടി അപ്പോൾ വധിക്കാം എന്ന് കരുതിയാണ് ഇവിടെ അക്രൂരനെ അങ്ങോട്ട് അയക്കുന്നത്. കൃഷ്ണനെ ധനുർയാഗം കാണാനായിട്ട് ആഘോഷത്തിന് വേണ്ടി വിളിക്കുന്നു. അതൊക്കെ കാണുവാൻ അത് അക്രൂരനറിയാം. പക്ഷേ അക്രൂരനറിയാം ഭഗവാൻ ആരാണെന്ന്. അത്ര ഭക്തനാ അക്രൂരൻ. എത്രയോ തവണ കൃഷ്ണനെ കാണണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ കംസനെ ഭയന്നിട്ട് പോകത്തില്ല. ഇപ്പോൾ അനുവാദം കിട്ടി ഇങ്ങനെ ക്ഷണിക്കാൻ. അതുകൊണ്ട് അത്ര സന്തോഷത്തോടെയാണ് അക്രൂരൻ ഭഗവാന്റെ അടുക്കലേക്ക് പോകുന്നത്. അതാണ് അക്രൂരാഗമനം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 1, 2, 3 ശ്ലോകങ്ങൾ വായിച്ചു. നമുക്കിനി 4-ാമത്തെ ശ്ലോകമാണ്. 3-ാം ശ്ലോകത്തിൽ നമ്മൾ വായിച്ചത് പിന്നെ രഥത്തിൽ കയറി ഇരുന്നു കൊണ്ട് ഭഗവാന്റെ വാസസ്ഥാനം ലക്ഷ്യമാക്കി നീങ്ങിയ പുണ്യശാലിയായ അക്രൂരൻ നിന്തിരുവഴിയെക്കുറിച്ചുള്ള മനോരാജ്യങ്ങളിൽ മുഴുകിയിരുന്നു. യാത്ര സമയത്തെല്ലാം നമ്മളും പലരും അങ്ങനെയല്ലേ? എവിടെയെങ്കിലും ഒരു യാത്ര പോകുകയാണെങ്കിൽ ബസ്സിലോ കാറിലോ പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈശ്വരചിന്ത തന്നെയായിരിക്കും. ചില മക്കൾക്ക്, ചിലർക്ക് ഈ ലോക ചിന്തകളൊക്കെ കണ്ടും കേട്ടും സുഖിച്ചും പോവും. ഭക്തമക്കളാണെങ്കിൽ എങ്ങനെയാ? ഈശ്വരാ എന്നുള്ള ചിന്തയായിരിക്കും എപ്പോഴും ഏത് സമയവും. അതുപോലെ ഇവിടെ അക്രൂരൻ രഥത്തിൽ കയറി ഇരുന്നു. പക്ഷേ ഭഗവാൻ അടുക്കലേക്ക് പോകുമ്പോഴെല്ലാം ഭഗവാനാണ് ഉള്ളിൽ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ മനോരാജ്യം മൊത്തവും പരമാത്മാവായ കൃഷ്ണൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ ഒന്ന് കണ്ടാൽ, ദർശിച്ചാൽ, ചെന്ന് കാണുമ്പോൾ കാണാൻ പറ്റുമോ, വല്ല കുഴപ്പവും ഉണ്ടാകുമോ എന്ന ഭയം ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. എന്തെങ്കിലും വിഷമം ഉണ്ടാകുമോ എന്നൊക്കെ ഭയം ഉള്ളതുകൊണ്ട് ഉള്ള നിറയും പരമാത്മാവായിരുന്നു. അതുകൊണ്ട് എന്ത് വന്നു? പോകുന്ന വഴിയിലെ മാർഗക്ലേശങ്ങളൊന്നും അറിഞ്ഞില്ല. കാരണം നമുക്കറിയാം, യാത്ര ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, നല്ല വഴിയല്ലെങ്കിൽ. അതുകൊണ്ട് യാത്രാ ക്ലേശങ്ങളോ ഒരു ബുദ്ധിമുട്ടോ അറിഞ്ഞില്ല. ഉള്ളത്തിൽ പരമാത്മാവ് വസിച്ചതുകൊണ്ട് അത്ര ഭക്തനായിരുന്നു അക്രൂരൻ. ഭക്തനായ അക്രൂരൻ സദാ ഈശ്വര ചിന്തയിൽ മുഴുകിയാണിരുന്നത്. നമുക്ക് എന്താ അത് പഠിക്കാനുള്ളത്? എന്ത് വഴിയാത്രയിലായാലും ഏത് സമയത്തായാലും നമുക്കും ഈശ്വര ചിന്ത നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള സർവ്വ കാര്യങ്ങളും നടന്നു പോവുകയും ചെയ്യും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ലെന്നുള്ള അതാണ് ഇതിനകത്തുള്ള ഉറപ്പ്. നമുക്കത് അങ്ങനെ ഒരു ഉറപ്പാണിത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആയിത്തീരുക വേണ്ടേ. എന്ത് മലമറിഞ്ഞു വരുന്ന ആപത്തോ വിഷമോ ഒക്കെ ആയിക്കൊള്ളട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, ആ സമയത്തെല്ലാം അതിലെല്ലാം നമുക്ക് സഞ്ചരിച്ചേ പറ്റൂ. അപ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം പുഷ്പം പോലെ അങ്ങ് കടന്നു പോകും. നമുക്ക് അത്ര പ്രയാസം ഉണ്ടാകത്തില്ല, ഒന്നും നമ്മൾ അറിയത്തില്ല. ഇവിടെ അതാ സംഭവിച്ചത്. ഈ അക്രൂരൻ ഉള്ളു നിറച്ചും ഈശ്വരനായിരുന്നു. കൃഷ്ണ, ഭഗവാനെ, നാരായണ, എനിക്ക് ചെന്നെത്താൻ പറ്റുമോ, എനിക്ക് ദർശിക്കാൻ പറ്റുമോ, എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമോ, എങ്ങനെയുള്ളൊരു ഭയവും ഭഗവാനുള്ള ഭക്തിയും എല്ലാം കൂടെ ചെന്ന് ഉള്ളിലിരുന്നത് കൊണ്ട് സന്തോഷമായിട്ട് യാത്ര ചെയ്യാൻ പറ്റി. ഒരു ക്ലേശവും അനുഭവിച്ചില്ല. ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച അന്നോട്ട് മരണം വരെയും നമുക്ക് യാത്രയാണ്. അപ്പോൾ ഈ യാത്രയിലെല്ലാം നമ്മൾ ഈശ്വരചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാൻ കഴിയും എന്നതാണ് ഇതിൽ തരുന്ന ഒരു ഉപദേശമാണത്. അത് നമ്മൾ മനസ്സിലാക്കുക വേണ്ടേ. നമുക്ക് 4-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 4. ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം സ്പൃശ്യാമി കിം സ്വദപി നാമ പരിഷ്വദേയം കിം പശ്യതേ സഖലു മാം കുനു വീക്ഷിതസ്യാൽ ഇത്തം നിനായ സഭവന്മയം ഏവ മാർഗം
ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം സ്പൃശ്യാമി കിം സ്വദപി നാമ പരിഷ്വജേയം കിം പശ്യതേ സഖലു മാം കുനു വീക്ഷിതസ്യാൽ ഇത്തം നിനായ സഭവന്മയം ഏവ മാർഗം. ഇവിടെ ഇത്രയെല്ലാം ഭക്തി മുഴുത്ത് ഈശ്വര ചിന്തയിൽ മുഴുകിപ്പോകുന്ന അക്രൂരൻ വിചാരിക്കുവാണ്, അനേകം വേദവാക്യങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന പ്രാപ്യസ്ഥാനമായ ആ പുരുഷോത്തമനെ, ഭഗവാൻ നാരായണനായ കൃഷ്ണനെ അനേകം വേദവാക്യങ്ങളാലാണ് എല്ലാവരും പ്രകീർത്തിക്കുന്നത്. നമ്മളെല്ലാവരും അന്ന് ആരൊക്കെ ഉണ്ടോ ഇപ്പോഴും എന്നും അന്നും എപ്പോഴും ഒരുപാട് നല്ല നല്ല ഭഗവാനെ സ്തുതിക്കുമ്പോൾ എന്തെല്ലാം വാക്കുകളാണ് വേദവാക്യങ്ങൾ. അതുകൊണ്ടാണ് ഭഗവാനെ പ്രകീർത്തിക്കുന്നത്. അങ്ങനെയുള്ള പുരുഷോത്തമനെ, അതായത് ഭഗവാൻ കൃഷ്ണനെ എനിക്ക് കാണാൻ തരപ്പെടുമോ? അങ്ങനെയുള്ള ഭഗവാനാണല്ലോ. എന്നുവെച്ചാൽ സെലിബ്രിറ്റി നമ്മളിവിടെ പറയുമല്ലോ, കാരണം സാധാരണക്കാരല്ലാത്ത എല്ലാവരും അറിയപ്പെടുന്നവരെ നമ്മൾ. അപ്പോൾ ലോകപിതാവായ പരമാത്മാവിനെ നമ്മൾ എങ്ങനെ പറയും? സെലിബ്രിറ്റിയുടെ വാക്കുകളുണ്ടോ? ലോകനാഥൻ, ലോകപിതാവ്, രാജാവ്, ലോകരാജാവ്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ ഒന്ന് കാണാൻ തരപ്പെടുമോ? നമ്മൾ മോഹൻലാലോ ആരെങ്കിലും ഒന്ന് എവിടെയെങ്കിലും വെച്ച് കാണാൻ പറഞ്ഞ് നമ്മൾ ചെല്ലും, പക്ഷേ ഒന്ന് തൊടാൻ പറ്റുമോ? ഇഷ്ടംപോലെ തൊടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാ കുട്ടികളും എല്ലാ മുതിർന്നവരും എല്ലാവരും തരം ഉള്ളവർ എല്ലാവരും തന്നെ ചുറ്റും നിൽക്കും. ചങ്ങല പോലെ കൈ ചുറ്റും അദ്ദേഹത്തിൻ്റെ ചുറ്റിനും വളയവും നിൽക്കും, കാരണം ആരും തൊടാതിരിക്കാൻ. അപ്പോൾ ലോകപിതാവായ പരമാത്മാവിനെ അക്രൂരൻ വിചാരിച്ച തെറ്റാണോ? എനിക്കൊന്ന് തൊടാൻ പറ്റുമോ? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അങ്ങനെ അദ്ദേഹം ചിന്തിക്കുക, എനിക്ക് കാണാൻ തരപ്പെടുമോ? ഒന്ന് തൊടാൻ സാധിക്കുമോ? ഒന്ന് കെട്ടിപ്പിടിക്കാനാകുമോ? അവിടുന്ന് എന്നോട് എന്താണ് പറയുക? എവിടെ വച്ചാണൊന്ന് കാണാൻ തരപ്പെടുക? ഇപ്രകാരമുള്ള ചിന്തയിൽ ഭഗവാൻ തന്നെ മുഴുകി അക്രൂരൻ വഴി മുഴുവനും ഭഗവാൻ മയത്തിൽ മുഴുകി കഴിച്ചുകൂട്ടി. ഈ യാത്രയിൽ മൊത്തവും ചിന്ത എന്തായിരുന്നു? എനിക്കൊന്ന് കാണാൻ പറ്റുമോ എൻ്റെ കൃഷ്ണനെ? എനിക്കൊന്ന് തൊടാൻ പറ്റുമോ? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ചിന്തയായിരുന്നു. അതുകൊണ്ട് വഴിക്ലേശങ്ങളൊന്നും അറിഞ്ഞില്ല അദ്ദേഹം. അത് വെറുതെ ചിന്തിക്കുമല്ല, ആത്മാവിൽ മുഴുകി നിറഞ്ഞ് അത്രമാത്രം ആനന്ദത്തോടുകൂടിയാണ് അദ്ദേഹം ഇത് ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെ പുറം ലോകമായിട്ടൊന്നും ഒരു യാതൊന്നും അയാൾ എവിടെ ഇരിക്കുന്നെന്നോ അത് വണ്ടിയിലാണെന്നോ എന്നൊന്നും ആ സമയത്ത് ഓർമ്മ പോലും കാണത്തില്ല. അദ്ദേഹത്തെ തന്നെ അങ്ങ് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണത്? ഭക്തി കൊണ്ട്. ഭഗവാനെ, എനിക്ക് അങ്ങനെയൊന്ന് കാണാൻ പറ്റുമോ? അവിടുന്ന് എന്നോട് എന്തായിരിക്കും പറയുന്നത്? എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ ഒക്കുമോ? ഇതൊക്കെയാണ് വഴുതകളേ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മളിങ്ങനെയാണോ? നമ്മൾ അരിയും കറിയും വെക്കുന്ന ജോലിയായാലും മറ്റ് ജോലിയായാലും ഉദ്യോഗമായാലും എന്തായാലും നമുക്കിങ്ങനൊരു ചിന്തയുണ്ടോ? ഭഗവാൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടോ? നമ്മളതൊന്നും ചിന്തിക്കണം. ഇവിടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമുക്കിങ്ങനെ ഗ്രന്ഥങ്ങളിൽ കൂടെ തരുന്നതെല്ലാം നമുക്ക് പാഠത്തിനാണ്. അങ്ങനെയുള്ളൊരു ചിന്തയും ഒരു സ്നേഹവും ഭക്തിയെല്ലാം, ഭഗവാനുള്ള സ്നേഹം, അത്രമാത്രം ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭയക്കണോ? കാരണം പുറം ലോകമായിട്ട് എല്ലാം അദ്ദേഹം അറിയാതെ തന്നെ അവിടെ ചെന്നു. അദ്ദേഹം അതിൽ വരുന്ന ക്ലേശങ്ങളൊന്നും അറിഞ്ഞില്ല. നമുക്കും ഇത് മതി, കാര്യങ്ങളെല്ലാം നടന്നു പോകുമല്ലോ. ക്ലേശം വേണ്ട, ദുരിതം വേണ്ട, ദുഃഖം വേണ്ട. കാരണം എന്താ? ഉള്ളിൽ പരമാത്മാവിനെ ഇരുത്തിയാൽ നമുക്കും ചിന്തിക്കണം. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ ജീവിതത്തിൽ കൂടി പോവുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈശ്വരൻ ഉള്ളിലുണ്ടെങ്കിൽ തരണം ചെയ്ത് പുഷ്പം പോലെ സർവ്വം നടന്നു പോവുകയും ചെയ്യും. നമുക്ക് ആനന്ദം കൊണ്ട് നിറയുകയും ചെയ്യാം. നമ്മൾ ദുഃഖ ദുരിതങ്ങൾ നമ്മൾ അറിയത്തുമില്ല. അത് ഇതിൽ കൂടെ അങ്ങ് കടന്നു പൊക്കോളും, നമ്മൾ അറിയത്തില്ല. അതാണ് ഈശ്വരാരാധന നമ്മളിലുണ്ടെങ്കിൽ. ഈശ്വരൻ നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ സർവ്വതും നടന്നു പോകും, നടത്തിത്തരും. പക്ഷെ നമ്മളൊന്നും തന്നെ ദുഃഖമോ ഒന്നും അറിയത്തില്ല. ഈശ്വരൻ അതാണ്. ഈശ്വരൻ ഒന്നും അസാധ്യമല്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഭഗവാനിൽ ഭക്തി വർദ്ധിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഭട്ടതിരിപ്പാടും അതുതന്നെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഭഗവാനെ തന്നെ അദ്ദേഹം മുഴുകി കഴിച്ചുകൂട്ടി. വഴിമൊത്തും യാത്ര മൊത്തും അങ്ങനെ തന്നെയായിരുന്നു. ഭഗവാനോട് ഞാൻ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെയാണ് ആ പാവപ്പെട്ട അക്രൂരൻ, ഭക്തനായ അക്രൂരൻ്റെ മനസ്സിൽ ചിന്തകൾ. നമുക്ക് 5-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 5. ഭൂയക്രമാൽ അഭിവിശൻ ഭവദംഘ്രിപൂതം
വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ദ്യം ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശ അന്തരം അവാപന പങ്കജാക്ഷ ഭൂയക്രമാൽ അഭിവിശൻ ഭവതഘ്രിപൂതം വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ദ്യം ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശാന്തരം അവാപന പങ്കജാക്ഷ. ഇവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്നു, അല്ലയോ താമരക്കണ്ണനായ ഗുരുവായൂരപ്പ, അക്രൂരൻ ക്രമേണ അവിടുത്തെ പാദസ്പർശത്താൽ പവിത്രവും ബ്രഹ്മാവ് ശിവൻ ദേവകൾ ആദിയായവരാൽ വന്ദനീയവുമായ വൃന്ദാവനത്തിൽ പ്രവേശിച്ചപ്പോൾ, കാരണം വഴി യാത്ര കടന്ന് അദ്ദേഹം വൃന്ദാവനത്തിലെത്തി. അപ്പോൾ എന്താ സന്ദർഭം? ക്രമേണ ഭഗവാന്റെ പാദസ്പർശത്താൽ പവിത്രവും ബ്രഹ്മാവ് ശിവൻ ദേവകൾ ആദിയായവരാൽ വന്ദനീയവുമായ വൃന്ദാവനമാണ്. അപ്പോൾ ഇവരെല്ലാം ദേവന്മാരൊക്കെ വന്ദിക്കപ്പെടുന്നതാണ് പരമാത്മാവായ കൃഷ്ണനെ. അങ്ങനെയുള്ള സ്ഥലമാണ് വൃന്ദാവനം. അവിടെ പ്രവേശിച്ചപ്പോൾ ആനന്ദത്തിൽ മുഴുകിയവനെ പോലെയും മോഹാലസ്യത്തിലായവനെ പോലെയും ഒക്കെയുള്ള പലതരം അവസ്ഥകൾ ധീനനായി. അപ്പോൾ അവിടെ കയറിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിന് എന്താ തോന്നുന്നത്? അപ്പോൾ അവിടെ അത്രമാത്രം പുണ്യസ്ഥലം ആയതുകൊണ്ട് അദ്ദേഹം ആനന്ദത്തിൽ തന്നെ അങ്ങ് മുഴുകി. പോരെങ്കിലോ വഴിയാത്രയിൽ മൊത്തവും ആനന്ദമായിരുന്നു, ഭഗവാനിയുള്ള ചിന്തയായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ കിട്ടും ഉള്ളിൽ. അതാണ് നമ്മളൊരു ഈശ്വരാരാധനയ്ക്ക് പോകുമ്പോൾ, നമ്മളൊരു അമ്പലത്തിൽ, ഗുരുവായൂരമ്പലത്തിലോ നമുക്ക് ഇഷ്ടമുള്ളൊരു അമ്പലത്തിലോ പോകുമ്പോൾ തലേന്നേ നമ്മൾ ഒരുങ്ങും. നാളെ നമുക്ക് ഗുരുവായൂർ പോകണം, ഭഗവാനെ കാണണം. തലേന്നേ ചിന്ത എന്താണ്? ഉള്ളിൽ കൃഷ്ണനാണ്. അപ്പോൾ എടുക്കുന്നതും വയ്ക്കുന്നതും ഒക്കെ ഉള്ളിൽ. പോകുന്ന വഴിയാത്രയിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ. അപ്പോൾ അത്രമാത്രം നിറഞ്ഞ് ചെല്ലുമ്പോൾ പിന്നെ അമ്പലത്തിൽ ചെന്ന് ഭഗവാനെ കാണുമ്പോൾ പിന്നെ അവിടെ തോനെ നേരം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ? പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്നിച്ച് വരത്തില്ലയോ? ആനന്ദം കൊണ്ട് നിറയത്തില്ലയോ? മോഹാലസ്യത്തിലായവനെ പോലെയൊക്കെയുള്ള പലതരം അവസ്ഥകൾക്ക് ധീനനായി. അപ്പോൾ എന്താ കാരണം? നേരത്തെ ഒരുങ്ങണം, ഭഗവാനെ നേരത്തെ ഉള്ളിലാക്കണം. അല്ലാതെ സമയത്ത് എല്ലാം ലോകകാര്യങ്ങളൊക്കെ നോക്കി തലേന്ന് എന്തൊക്കെ ആഡംബരങ്ങളൊക്കെ നോക്കുന്നെന്ന് എല്ലാവരും. എവിടെയെങ്കിലും പോകണോ? ഞാൻ നാളെ എന്ത് വസ്ത്രം ഉടുക്കേണ്ടത്, ഞാൻ എന്ത് ആഭരണം ഇടേണ്ടുന്നത്, വഴിയാത്രയിലൊക്കെ കണ്ടത് ലോകത്ത് കിടക്കുന്ന കാര്യകാരണങ്ങൾ, കടകളും കമ്പോളങ്ങളും കണ്ട് അവിടെ ഇവിടേക്ക് ഇറങ്ങി ആഹാരമൊക്കെ കഴിച്ച് സുഖമായി ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ട് അമ്പലത്തിൽ ചെല്ലുമ്പോഴോ, അയ്യോ ഗുരുവായൂരപ്പൻ എങ്ങനെ അനുഗ്രഹം വരും? കിട്ടുമോ അനുഗ്രഹം? പോകുമ്പോൾ അവിടെ ചെന്ന് അവർക്കൊപ്പം നിന്ന് എല്ലാവർക്കും ഒപ്പം നിന്നൊക്കെ ഒന്ന് തൊഴുത് കണ്ട് ഇങ്ങ് പോരും. പക്ഷെ ഇവിടെ തലേന്നേ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ വസ്ത്രം ഇന്നത് ഉടുക്കണമെന്നും തേച്ചൊരുക്കി വെക്കണമെന്നും അല്ല. നമ്മൾ ഈശ്വരനെ കാണാൻ പോകുന്നു എന്നുള്ളൊരു ഒരുക്കം. അതിന് വേണ്ടുന്ന ചടങ്ങൊക്കെ നമ്മൾ ഒപ്പിക്കുകയും ചെയ്യും. ഉള്ളു നിറയും ഭഗവാനുമായിരിക്കും. പോകുന്ന വഴിയാത്രയിലും ഒക്കെ അക്രൂരനെ പോലെ അനുവാദം പോയി ക്ഷണിക്കാൻ പറഞ്ഞപ്പോഴേ അദ്ദേഹം എന്താ ചെയ്തത്? അയ്യോ, എനിക്ക് ഭഗവാനെ കാണാൻ പറ്റുമല്ലോ, എനിക്ക് എത്രയോ നാളോട് ഞാൻ കൊതിച്ചിരുന്നതാണ്, എനിക്കിപ്പോൾ അതിനുള്ള അവസരം വന്ന് ലഭിച്ചല്ലോ, ഭാഗ്യം എന്നെല്ലാം അങ്ങ് നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ പിന്നെ ഇത്രയും വന്നാൽ മതിയോ? കാരണം അദ്ദേഹത്തിന് വൃന്ദാവനത്തിൽ ചെന്ന് പ്രവേശിച്ചപ്പോൾ ആനന്ദത്തിൽ മുഴുകിയവനെ പോലെയും മോഹാലസ്യത്തിലായവനെ പോലെയും ഒക്കെയുള്ള പലതരം അവസ്ഥകൾ ധീനനായി. അപ്പോൾ അവിടെ വന്നപ്പോൾ അദ്ദേഹം അല്ലാതങ്ങ് മാറുക. എന്താ കാരണം? ഉള്ളിൽ പരമാത്മാവാണ് വസിക്കുന്നത്. വൃന്ദാവനത്തിലെത്തിയ അക്രൂരൻ സ്വയം തന്നെ മറന്ന നിലയിലായി. അയാളെ കൂടെ മറന്നുപോയി. വൃന്ദാവനത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ തന്നെ മറക്കാൻ വെച്ചാൽ അയാൾ അല്ലാതെ മാറുന്നു. ഭഗവാനെ തന്നെ ഇരുത്തിയപ്പോൾ ആനന്ദത്തിൽ ആറാടുന്നു. അദ്ദേഹത്തെ പോലും മറന്നുള്ള അവസ്ഥ. അത് നമ്മൾ അങ്ങനെ ആകുമ്പോഴാണ് യഥാർത്ഥ ഒരു ഭക്തൻ എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെയാണോ? അമ്പലത്തിൽ പോവുകയോ പൊങ്കാല ഇടുകയോ എന്ത് പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ തലേന്നേ വ്രതം നോറ്റ് നമ്മൾ അതിന് വേണ്ടുന്ന തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ
സർവ്വസമയവും ഭഗവാനെ കാണാൻ പോകുന്നു. നാളെ അല്ലെങ്കിൽ പൊങ്കാലയാണ്. ആദിത്യ ഭഗവാനെയൊക്കെ നാളെ എത്രമാത്രം ഭക്തിയോട് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഒരുക്കി വെക്കുക. ഇങ്ങനെയുള്ള അടയുണ്ടാക്കണമെങ്കിൽ തലേന്നേ വെള്ളത്തിൽ അരിയിട്ട് അത് ഇടിച്ച് അടയുണ്ടാക്കി വെക്കുക, മലരുണ്ടാക്കുക. ഇങ്ങനെയുള്ള ചിന്തകൾ ഭഗവാന് കൊടുക്കേണ്ട കാര്യങ്ങൾ ചിന്തിച്ച് എപ്പോഴും ഉള്ളിൽ അങ്ങനെ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് സാധാരണ ഒരു ആഹാരം തന്നെ വേവിക്കുമ്പോഴായാൽ പോലും ഈശ്വരനെ ഉള്ളിൽ വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു ഭാരവും നമുക്ക് തോന്നത്തില്ല. ദുരിതമോ ദുഃഖങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവത്തില്ല. എന്താ ഉണ്ടാവാഞ്ഞിട്ടല്ല, നമ്മൾ അറിയത്തില്ല. നമ്മളല്ലാതെ അങ്ങായി മാറുക ചെയ്യുന്നത്. അവിടെ എല്ലാവരും ഇത് മനസ്സിലാക്കണം. നമുക്ക് ഇന്ന് 2 ശ്ലോകമേ കണ്ണിക്ക് വായിക്കാനത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.